ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള 5-in-1 ടോട്ട് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ കേക്ക് 5 ലെയറാണല്ലോ. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 1 തവണയോ അല്ലെങ്കിൽ 3 തവണയൊക്കെ നമുക്ക് അരിച്ച് എടുക്കാം കേട്ടോ. അടുത്തതായിട്ടൊരു ബൗളിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ടൊന്ന് ഫ്ലഫി ആവുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലാണ്. തിളച്ച പടി തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് നമുക്ക് സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ മിക്സിയുടെ ജാറിൽ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ആറി വന്നതിന് ശേഷം ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെന്നില്ല. അങ്ങനെ നമ്മുടെ സ്പഞ്ച് കേക്ക് ഇവിടെ കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്ത് വരട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല പ്രീമിയം ചോക്ലേറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ്. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ സാധാ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ കയ്യിൽ നല്ല പ്രീമിയം ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു റൂം ടെമ്പറേച്ചറിലായി കഴിയുമ്പോഴത്തേക്കും ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ ഒരു ചോക്ലേറ്റ് ഗനാഷ് നല്ല തിക്കായി വരും കേട്ടോ. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് മൂസ് സെക്കൻഡ് ലെയറായിട്ട് റെഡിയാക്കാനുണ്ട്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങളെടുക്കുന്ന ക്രീമിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മൂസിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 1/4 കപ്പ് അളവിൽ ഞാൻ ഈ ഒരു ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് ലെയർ, അതായത് ചോക്ലേറ്റ് മൂസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ സ്പീഡിൽ ക്രീമും ചോക്ലേറ്റും കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് മൂസ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ റെഡിയാക്കാം. അതിനായിട്ട് നമ്മുടെ ബാക്കിയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ, നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്തതിൻ്റെ ബാക്കി ചോക്ലേറ്റ് ഗനാഷിലേക്ക് ഇതുപോലെ കുറച്ച് നട്ട്സ് ഒന്ന്
ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തതാണ്. ഈ ഒരു നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് ചേർത്ത് കൊടുത്താൽ കേക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ചാണ് കേട്ടോ ചോക്ലേറ്റ് ഗനാഷ്, അതായത് ചോക്ലേറ്റ് മൂസിനും ഈ ഒരു മൂന്നാമത്തെ ലെയറിനൊക്കെ വേണ്ടിയിട്ട് ഒന്നിച്ചാണ് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കുന്നത്. സെപ്പറേറ്റ് ഒന്നും റെഡിയാക്കി എടുത്തിട്ടില്ല. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ ഒരു ബോക്സ് 7.5 ഇഞ്ചിൻ്റെ ബോക്സാണിത്. ഇതിലേക്ക് നമ്മുടെ ആദ്യത്തെ ലെയറായിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ് സ്പഞ്ച് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതലാണ്. അപ്പം ഒരു ലെയർ എടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഷുഗർ സിറപ്പായി വന്നതിന് ശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അത് മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ്, നമ്മുടെ ഷുഗർ സിറപ്പ് മിക്സ് കേക്കിലേക്ക് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തു. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മൂസ്, വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് മൂസ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ലെയർ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ലെയർ നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം വേണം നമുക്ക് മൂന്നാമത്തെ ലെയർ ഒഴിക്കാനായിട്ട്, ഇല്ലെങ്കിൽ എല്ലാം കൂടി ആകെ മിക്സായി കൊള്ളും. അങ്ങനെ രണ്ടാമത്തെ ലെയർ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നട്ട്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒഴിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണേ, രണ്ടാമത്തെ ലെയർ ശരിക്കും സെറ്റായതിന് ശേഷം മാത്രമാണ് മൂന്നാമത്തെ ലെയർ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഈ മൂന്നാമത്തെ ലെയർ ഒഴിച്ച് അത് നന്നായിട്ടൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതും സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മിൽക്ക് കോമ്പൗണ്ട് എടുക്കാം. നാലാമത്തെ ലെയറിലേക്ക് മാത്രം ഞാൻ ഈ ഒരു ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഒന്നിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം, പക്ഷേ ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ മിൽക്ക് ചോക്ലേറ്റ് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാലാമത്തെ ലെയറായിട്ട് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. മൂന്നാമത്തെ ലെയർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മുഴുവനും സ്പ്രെഡ് ആയിക്കോളും. താഴത്തെ ലെയറുകളൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് പെട്ടെന്ന് തന്നെ സെറ്റ് ആവും കേട്ടോ. ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡറാണ് നമ്മുടെ അഞ്ചാമത്തെ ലെയറായിട്ട് വരുന്നത്. സൈഡിലൊക്കെ വീണിട്ടുള്ള കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ 5-in-1 ടോട്ട് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന് മുകളിൽ ഒരു നോൺ എഡിബിൾ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. 7.5 ഇഞ്ചിൻ്റെ ഈ ഒരു ബോക്സിൽ ഉണ്ടാക്കുന്ന കേക്കിന് 1600 രൂപയും 5.5 ഇഞ്ചിൻ്റെ ബോക്സിൽ ഉണ്ടാക്കുന്നതിന് 800 രൂപയാണ് കേട്ടോ വില വരുന്നത്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കാരണം ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഈ ഒരു ബോക്സ് വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ലല്ലോ. നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സും അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ടിന്നൊക്കെ മതി ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു കേക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, അടിപൊളി കേക്കാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.